ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ V3 ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു സ്കേർട്ടും ബ്ലൗസുമാണ്. നമ്മുടെ 1 വയസ്സായ കുട്ടിക്ക് പറ്റിയ അളവിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഇതേമാതിരി ലൈനായിട്ടുള്ള സ്കേർട്ടിന് വേണ്ടിയിട്ട് ഉള്ള മെറ്റീരിയലും ഡാർക്ക് ബ്ലൂ, റോയൽ ബ്ലൂ കളർ ചെയ്ത ബ്ലൗസുമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പട്ട വരുന്നത് 1.5 ഇഞ്ചാണ് പട്ടമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് 17 ഇന്ന് കുറച്ച് വേണം നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യണമെങ്കിൽ. പക്ഷേ എനിക്ക് ഈ താഴത്തെ ബോർഡർ ഇത്രയും വീതി വേണ്ട. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് ഞാനത് മടക്കി തയ്ക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആ 1.5 ഇഞ്ച് കുറക്കാതെ നമ്മുടെ ലെങ്ത്ത് 17 അത് തന്നെ ഞാനിപ്പോൾ ഈ ക്ലോത്തിൽ കട്ട് ചെയ്യാണ്. നിങ്ങൾ താഴെ ബോർഡർ റെഡി ബോർഡർ ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ച് വേണം സ്കേർട്ട് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിത് 17 ഇഞ്ച് ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്യാണ്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേമാതിരി ഒരു പീസ് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കണതാണ്. ഇത് നമുക്ക് നമ്മുടെ പട്ട പീസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി 4 ഇഞ്ച് വീതിയിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇഞ്ച് വേണം. പിന്നെ 1 ഇഞ്ച് എക്സ്ട്രാ ഉള്ളത് നമുക്ക് 2 പോർഷനും മടക്കി തയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് വീതം. അതിന് വേണ്ടിയാണ് ഈ 4 ഇഞ്ചിൽ ഞാൻ ഇതേമാതിരി ഒരു പീസ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസ് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേമാതിരി ഒരു പേപ്പർ സ്കെച്ചാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ പ്ലസ് 1 ഇഞ്ച് 10 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 3.5 ഇഞ്ച്, നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം 3.5 ഇഞ്ച്, പിന്നെ ആംബിത്ത് എന്ന് പറയുന്നത് 19ആണ്. അപ്പോൾ 4.25 വരും. ഇപ്പോൾ ഞാൻ 6.5 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നതും 18 ഇഞ്ചാണ്. അപ്പോൾ 4.5 വരും. പ്ലസ് 1.5 ഇഞ്ച് 6 ഇഞ്ച് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിംഗ് ഒക്കെ കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ സ്കെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ കഴുത്തകലം എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. ചെറിയ കുട്ടിയാകുമ്പോഴത്തേക്കും 1.5 ഇഞ്ച് അകലം മതിയാകും. കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതേ നീളത്തിലും വീതിയിലും നമുക്ക് ഒരു സ്ക്വയർ വരക്കാം. 1.5 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് നീളത്തിലുമായിട്ട് ഒരു സ്ക്വയർ വരക്കുക. നമ്മൾ 1 സൈഡ് ഷോൾഡറാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതേമാതിരി യു ഷേപ്പ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 സൈഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇതേമാതിരി പിന്നെ സ്കെച്ച് നിവർത്തിയിട്ടിട്ട് നമുക്ക് ഈ ആമിൽ നിന്ന് ഇതേമാതിരി ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബ്ലൗസിൻ്റെ. ഇനി നമുക്കിത് വെച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേമാതിരി ഞാൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതേമാതിരി 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഫോൾഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡർ പോർഷനിൽ വന്നേക്കുന്നത് ഫോൾഡിങ് പീസാണ് വരുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാണ്ട് കഴിയും. ഇനി ഇത് പേപ്പർ സ്കെച്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതേമാതിരി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
കണ്ടോ, ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഷോൾഡർ ഫോൾഡിംഗ് ആണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ ലൈനിങ് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ലൈനിങ് പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ക്ലോത്ത് ഇട്ട അതേ രീതി മെത്തേഡിൽ തന്നെ ഇടുക. എങ്കിൽ മാത്രമേ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാണ്ട് ഇതേമാതിരി ഫോൾഡിംഗ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ മേളിൽ ഫോൾഡിങ് വരുന്ന രീതിയിൽ ക്ലോത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആവാത്ത പീസ് കിട്ടും. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുകയാണ്. അതിനായിട്ട് ഞാൻ അതേമാതിരി ലൈനിങ്ങിൽ നമ്മുടെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ഇതേമാതിരി നല്ല ഭാഗം ഇത് കമിഴ്ത്തിയിട്ടതിന് ശേഷം നമ്മുടെ ഈ നെക്കും നമ്മുടെ സ്ലീവും 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് എക്സ്ട്രാ നിൽക്കുന്ന ഈ ലൈനിങ് പീസ് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇത് ഫുള്ളും അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിരിക്കണം ചെയ്യണത്, സ്റ്റിച്ച് കഴിഞ്ഞ് പോകരുത്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഫിനിഷിങ്ങിൽ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞങ്ങളുടെ നെക്കും സ്ലീവും പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫിനിഷിങ്ങിൽ ചുറ്റിനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം, നമ്മുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാർക്ക് ചെയ്യാം നമ്മുടെ അളവനുസരിച്ച്. അതിനായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മുടെ മേൽഭാഗത്ത് വരുന്നത് 4.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴ്ഭാഗത്ത് വരുന്നത് 4.5 ഇഞ്ചാണ് വരുന്നത്, അത് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ 2 മാർക്കിങ്ങൾ തമ്മിൽ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതേ മാർക്കിങ് തന്നെ നമുക്ക് മറുഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ലൈനിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോൾഡർ ഇല്ലാത്ത പോർഷൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിലാണ് ബട്ടൺ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ ഇല്ലാത്ത പോർഷനിൽ ഇതേമാതിരി 2 ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉക്സ് വെക്കേണ്ട, അതായത് പ്രസ് ബട്ടൺ വെക്കേണ്ട അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ആ മാർക്കിങ് വരുന്ന രീതിയിൽ മടക്കി തയ്ക്കുക. മാർക്കിങ് എന്തോരാണോ വന്നേക്കുന്നത് അത്രയും ഭാഗം മടക്കി തയ്ക്കുക ഇതുപോലെ. സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മറുഭാഗം, അതായത് ഉക്സാണ് വെക്കണമെങ്കിൽ ഉക്സോട് വരുന്ന ഭാഗം ഇതുപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇത്രയും മാർക്കിങ് കഴിഞ്ഞ് ഇത്രയും ഒരു 1/2 ഇഞ്ചോളം 1/4 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ലൈൻ വരെ മടക്കാൻ പാടില്ല.
അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മളുടെ കറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ അവിടെ ആയിരിക്കണം നമുക്ക് ഉക്സോള് അല്ലെങ്കിൽ ബട്ടണ വെച്ച് കൊടുക്കേണ്ടത്. ഇത്രയും പോർഷൻ ഉള്ളിലോട്ട് എക്സ്ട്രാ കിടക്കണം, അല്ലെങ്കിൽ സ്കിന്ന് കാണും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കണം. അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ബ്ലൗസിൻ്റെ 9 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 1 ഇഞ്ച് നമുക്ക് 1/2 ഇഞ്ച് വീതം മടക്കി തയ്ക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കി തയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ക്ലോത്ത് പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ മാർക്കിങ്ങിലൂടെ, അതായത് ഷോൾഡറുള്ള സൈഡിലത്തെ മാർക്കിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേമാതിരി ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിൽ എന്തെങ്കിലും ബീഡ്സ് വർക്ക്, എന്തെങ്കിലും മോട്ടീഫ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുമെങ്കിൽ നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ഉക്സ് വരുന്നത്. കണ്ടോ, ഈ ഒരു മെത്തേഡിൽ സൈഡിൽ ഉക്സ് വരും. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഈ താഴ്ഭാഗം ഒരു 1.5 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കുകയാണ്. ഇനി നമ്മുടെ അരവണ്ണം എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ 19 ഇഞ്ച് വരുന്ന രീതിയിൽ ഞാൻ ഇതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ 2 സൈഡും, സ്കേർട്ടിൻ്റെ 2 സൈഡും ഇതുപോലെ ഒരു 1/2 ഇഞ്ചോളം മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഒരു 2 ഇഞ്ച് ലെങ്ത്തിൽ ചെയ്താൽ മതിയാകും. ഇനി നമ്മുടെ പട്ട പീസ് അതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ താഴ്ഭാഗം, അതായത് നല്ല വശത്തോട്ടാണ് മറിക്കേണ്ടത്. അതിനായിട്ട് ഇതേമാതിരി 1 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ ഇട്ടിരിക്കുന്ന പീസ് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം കറക്റ്റായിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേമാതിരി പട്ട പീസൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ഈ പ്ലീറ്റ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ അയൺ ചെയ്ത് ഫ്ലീറ്റ്സൊക്കെ നന്നായിട്ട് പതിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേമാതിരി ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ പിടിച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേമാതിരി 3 ബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൽ ഞാൻ ഇതേമാതിരി നമ്മൾ ചെയ്ത് വെച്ച ബോ ഇതേമാതിരി 1 സൈഡ് ഷോൾഡർ വരുന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി സൈഡിൽ പ്രസ് ബട്ടണാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഹുക്സ് വേണമെങ്കിൽ ഹുക്സ് വെച്ച് കൊടുക്കാം, സിബ് വേണമെങ്കിൽ സിബ് വെക്കാം. അപ്പോൾ ഞാൻ ഇതിനെ മാച്ച് ചെയ്തിട്ട് ഇതേമാതിരി ഒരു ഹെയർ ബാൻഡും ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ തുടർന്നുള്ള എല്ലാ വീഡിയോസിനായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.